നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഈ കാലത്ത് സമൂഹം ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ വിപത്തിനെതിരായ പോരാട്ടവും പ്രതിരോധവുമാണ് 2 മില്യൺ പ്ലഡ്ജ് എന്ന് കോഴിക്കോട് ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദ്. വിദ്യാർത്ഥികളടക്കം സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലുള്ള ജനങ്ങൾ കൈകോർക്കേണ്ട കോഴിക്കോടിന്റെ ഈ ഏറ്റവും വലിയ ജനമുന്നേറ്റത്തിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കാലത്തെ സമൂഹം ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ സാമൂഹ്യ വിപത്തിനെതിരായ പോരാട്ടവും പ്രതിരോധവുമാണ് ജൂൺ 26-ന് കോഴിക്കോട് ജില്ല ചരിത്രത്തിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടി പോകുന്ന 2 മില്യൺ ഫ്ലഡ്ജ് എന്ന ആശയം. ഇതിൽ വിദ്യാർത്ഥികൾ തൊട്ട് സമൂഹത്തിൻ്റെ നാനാ മേഖലകളിലെ തൊഴിലാളികൾ, വ്യാപാരികൾ, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെയും സകല മേഖലകളിലെയും ജനങ്ങൾ കൈകോർക്കേണ്ട ഏറ്റവും വലിയ കോഴിക്കോടിൻ്റെ ജനമുന്നേറ്റമായി ഈ ക്യാമ്പയിനെ മാറ്റാൻ കോഴിക്കോട് നഗരത്തിലെ എല്ലാ നല്ലവരായ മനുഷ്യരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. സമൂഹത്തെ വലിയ രീതിയിൽ ലഹരി വിഴുങ്ങുന്ന സാഹചര്യത്തിൽ കൃത്യമായ ബോധവൽക്കരണമാണ് ആവശ്യമെന്നും അത് സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലേക്കും ഒരേ സമയം എത്തിയാൽ മാത്രമേ നമുക്ക് വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ സാധിക്കൂ എന്നും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ജയശ്രീ. കോഴിക്കോട് നഗരം ലഹരിയിൽ നിന്നും വിമുക്തമാക്കുന്നതിനുള്ള വലിയൊരു തുടക്കമായി ഈ ക്യാമ്പയിൻ മാറുമെന്നും അവർ കൂട്ടിച്ചേർത്തു. നമുക്കറിയാം, ലഹരി നമ്മുടെ നാടിനെ വലിയ രീതിയിൽ വിഴുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഇതിന് വളരെ കൃത്യമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വളരെ അത്യാവശ്യമാണ്. അത് സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നിന്നും ഒരേ സമയത്തുണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുക. അതിനുള്ള ഒരു വലിയ പ്രവർത്തനമാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. 20 ലക്ഷം ആളുകൾ ഈ വരുന്ന ജൂൺ 26-ാം തീയതി രാവിലെ 11:30 മണിക്ക് ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയാണ്. അതിൽ കോഴിക്കോട് കോർപ്പറേഷൻ്റെ 75 വാർഡുകളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും. കോഴിക്കോട് നഗരത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലുള്ള ആളുകളും എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഇതിൽ പങ്കാളിയാകും. അത് വലിയൊരു മൂവ്മെൻ്റായി, ഒരു വലിയ തുടക്കമായി കോഴിക്കോട് നഗരം ഒരുപക്ഷെ ലഹരിയിൽ നിന്ന് വിമുക്തമാകുന്ന രീതിയിലേക്ക് ഇത് പോകും. ലഹരിമുക്ത കോഴിക്കോട് എന്ന ആശയം ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുകയാണെന്ന് വ്യാപാരി വ്യവസായി സ്റ്റേറ്റ് കമ്മിറ്റി അംഗം CV ഇക്ബാൽ. സമൂഹത്തിലെ ചെറിയ കുട്ടികളടക്കം ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തിൽ സാമൂഹിക വിപത്തെന്ന നിലയിൽ ലഹരിക്കെതിരെ നിരന്തരമായ പരിപാടികൾ സംഘടിപ്പിച്ച് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി മുക്ത കോഴിക്കോട് എന്ന ആശയം ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. വ്യാപാരി വ്യവസായ സമിതി നേരത്തെ തന്നെ വ്യാപാരി വ്യവസായത്തിൻ്റെ 14ഓളം വരുന്ന സംഘടനകളുടെ പ്രത്യേക യോഗം ചേർന്ന് ലഹരിക്കെതിരായ വലിയൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഇന്നലെ ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെ എല്ലാ അങ്ങാടികളിലും മാളുകളിലും ഒക്കെ തന്നെ വ്യാപാരി വ്യവസായ സമിതി വനിതാ വിങ്ങിൻ്റെ നേതൃത്വത്തിൽ, മൊബൈൽ സംഘടനകളുടെ നേതൃത്വത്തിൽ, ക്യാരി ബാഗിൻ്റെ നേതൃത്വത്തിൽ, അങ്ങനെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ 14 വരുന്ന സംഘടനകളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ വലിയൊരു ക്യാമ്പയിനാണ് വ്യാപാരി വ്യവസായ സമിതി സംഘടിപ്പിക്കുന്നത്. ഇതൊരു വെറുതെ ഒരു പരിപാടിയായി മാറ്റാനല്ല ഉദ്ദേശിക്കുന്നത്. ഇത് നിരന്തരമായി ഇതിൻ്റെ ക്യാമ്പയിൻ നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ പ്രശ്നങ്ങൾ, ചെറിയ കുട്ടികൾ പോലും വലിയ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ തന്നെ അടിമയാവുന്ന ഈ സാഹചര്യത്തിൽ ഇതൊരു സാമൂഹ്യ വിപത്തിന് എതിരായിട്ടുള്ള വലിയൊരു പോരാട്ടത്തിനാണ് വ്യാപാരി വ്യവസായ സമിതി നേതൃത്വം കൊടുക്കുന്നത്. മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും വ്യാപാര സംഘടനകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നിരന്തരമായുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകും. അതിന് ഈ ക്യാമ്പയിന് വിജയിപ്പിക്കുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യാപാരി വ്യവസായ സമിതിയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അതിന് പ്രത്യേകം തന്നെ യോഗം ചേർന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. കേരള വനിതാ കമ്മീഷൻ കോഴിക്കോട് എലത്തൂർ തീരദേശ മേഖലയിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന ക്യാമ്പിന് തുടക്കമായി. എലത്തൂർ സേതു സീതാറാം സ്കൂളിൽ നടന്ന ഏകോപന യോഗം കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P സതീദേവി ഉദ്ഘാടനം ചെയ്തു. തീരദേശ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അടുത്തറിയുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനുമാണ് ക്യാമ്പ് ഒരുക്കിയത്. യോഗത്തിൽ കോർപ്പറേഷൻ വാർഡ് കൗൺസിലർ VK മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കമ്മീഷൻ മെമ്പർ സെക്രട്ടറി YB ബീന, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ R ജയശ്രീ, പ്രൊജക്ട് ഓഫീസർ N ദിവ്യ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം.
ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് അംഗങ്ങളുടെ മക്കളിൽ നിന്ന് പഠന സഹായത്തിനും സ്കോളർഷിപ്പിനും ക്യാഷ് അവാർഡിനും അപേക്ഷ ക്ഷണിച്ചു. SSLC പഠന സഹായത്തിനുള്ള അപേക്ഷകൾ ജൂലൈ 1 മുതൽ 31 വരെയും വിവിധ കോഴ്സുകൾക്ക് നൽകുന്ന സ്കോളർഷിപ്പിനുള്ള അപേക്ഷകൾ കോഴ്സ് തുടങ്ങി 45 ദിവസം വരെയും SSLC ഫുൾ A+ ക്യാഷ് അവാർഡിനുള്ള അപേക്ഷകൾ ഓഗസ്റ്റ് 31 വരെയും ഓഫീസിൽ സ്വീകരിക്കുമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. അപേക്ഷയോടൊപ്പം ക്ഷേമനിധി പാസ്ബുക്ക്, 2024 പുതുക്കിയ ബോർഡ് തിരിച്ചറിയൽ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പ്, വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കണം. സ്വകാര്യ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ അലോട്ട്മെന്റ് മെമ്മോ അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. ഫോൺ 0495 2365 553. ബേപ്പൂർ ഗവൺമെന്റ് ITIയിൽ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് D, സിവിൽ ട്രേഡുകളിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് വഴി ജൂൺ 30 വരെ അപേക്ഷ നൽകാം. റാങ്ക് പട്ടിക, കൗൺസിലിംഗ് തീയതി എന്നിവ ITI നോട്ടീസ് ബോർഡിലും രജിസ്ട്രേർഡ് മൊബൈലിലേക്കും ലഭിക്കും. ഫോൺ 0495 241 5040. കോഴിക്കോട് ജില്ലാ പ്രൊബേഷൻ ഓഫീസിന്റെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് 1 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ AC കാർ വാടകയ്ക്ക് നൽകാൻ ഉടമകളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 2 വൈകിട്ട് 3 മണി. ഫോൺ 0495 237 3575 8281 99 9046. കാസർഗോഡ് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും എംപ്ലോയബിലിറ്റി സെന്ററും ചേർന്ന് ജൂലൈ 19 തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ സംഘടിപ്പിക്കുന്ന തൊഴിൽ മേളയിൽ പങ്കെടുക്കാൻ കമ്പനികൾക്ക് അവസരം. രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ജൂൺ 30. വിശദ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന മെയിൽ അഡ്രസ്സിലോ 9207 155700 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. വളയം ഗവൺമെന്റ് ITIയിലെ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇലക്ട്രീഷ്യൻ ദ്വിവത്സര കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിലൂടെയോ ലിങ്ക് വഴിയോ ജൂൺ 30 വരെ അപേക്ഷിക്കാം. അപേക്ഷാ ഫീസ് 100 രൂപ. ഫോൺ 0496 246 1263 9947 16 1984. IHRDയുടെ മോഡൽ പോളിടെക്നിക് കോളേജുകളിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLC പാസ്സായവർക്ക് ഡിപ്ലോമ കോഴ്സിന്റെ 1ാം വർഷത്തിലേക്കും ITI +2 സയൻസ് പാസ്സായവർക്ക് ലാറ്ററൽ എൻട്രി വഴി ഡിപ്ലോമ കോഴ്സിന്റെ 2ാം വർഷത്തിലേക്കും അഡ്മിഷൻ നേടാൻ. വിശദ വിവരങ്ങൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ ലഭിക്കും. കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണൽ ക്യാമ്പ് സിറ്റിംഗ് ജൂലൈ 10 എറണാകുളം കലൂരിലെ കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ഹെഡ് ഓഫീസ് കെട്ടിടത്തിൽ നടക്കുമെന്ന് ശിരസ്താദാർ അറിയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.